എന്താ അച്ഛനും മകളും കൂടെ രാവിലെ? വരൂ. സാർ ഇവിടെ ഉണ്ടോ? സാറോ? കക്ഷി അകത്ത് ഡിസ്ക്രിയേഷനില്ല. ഇപ്പൊ കാണണ്ട, ചർച്ച ചെയ്യണം അവിടെ. ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് നീ രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല സാർ. എന്നും നന്ദിയുള്ളവളായിരിക്കും. നന്ദി ആർക്ക് വേണം? നീ ഇരിക്കേ, പറയാം. നിങ്ങൾ പോയി ചായയെല്ലാം കുടിച്ച് എനിക്കൊരു ബീഡിയും വാങ്ങി വാ, പയ്യെ വാ. സാറേ അല്പം ചൂടില്ല അകത്ത്. നിങ്ങളാ? ഞാൻ മാമൻ, അമ്മാവൻ, കട്ടിയുടെ. മോള് വന്നു. സാർ എന്തൊരു പറഞ്ഞു മോളെ? ശ്രീകുമാരന്റെ വീടാണോ ഇത്? യെസ്. യാരിനി? ശ്രീകുമാരനെ ഒന്ന് കാണണം. ഓക്കെ ഓക്കെ, പാത്താൽ പശി തീരും. വെയിറ്റ് പണ്ണുങ്കോ. ഒരു മലയാളിയായ നിങ്ങൾ തമിഴ് ഭാഷയെ ഇങ്ങനെ കൊന്നു കുടിച്ചു മൂടണോ? എനിക്ക് മലയാളം വരവേ വരാതെ. ആ, നമ്മ പൊണ്ണ് രവിയുടെ പടം പാത്തിരിക്കുന്നീങ്ങളാങ്ങളോ? ഇല്ല, ഞാൻ സിനിമ കാണാറില്ല. എല്ലാരും ചൊല്ലണം, അന്ത ചെട്ടിയാർ ഒരേ പല്ലവി, ഇതുതാം പേച്ച്, എന്നുടെ മുഖം. നിർത്തണം. നിങ്ങളുടെ മോന്ത കാണാനല്ലേ ഞാൻ വന്നത്. ശ്രീകുമാറിനെ വിളിക്കണം. വിളിക്ക മാട്ടീ. എന്നാൽ സമയമാകുമ്പോ നിങ്ങൾ ഈ കത്ത് ശ്രീകുമാറിന്റെ കയ്യിൽ പിടിച്ചാൽ അവന്റെ അച്ഛന്റെ കത്താണ്. ഞാൻ അവന്റെ അമ്മാവൻ. നീ വായിക്കാനൊന്നുമില്ല. എനിക്കിവിടെ നാട്ടിലൊന്ന് പോണം. എന്താണ് ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. ഞാനും കൂടി അറിയട്ടെ. എല്ലാം നിന്നെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടിയാലും എനിക്കത് അറിഞ്ഞേ തീരും. അതിന് നീ എന്റെ ഭാര്യയാണ്. ഇനി ഭാര്യയാകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. ടേക്ക് ഇറ്റ് ഈസി. നടിയാണെങ്കിലും നായെപ്പോലെ അലഞ്ഞിട്ടില്ല. ആദ്യ അവസാനം ഈ ആളിന്റേത് മാത്രമാകണമെന്ന് ആശിച്ചു. അല്ലാതെ വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാലിശമായി ചിന്തിക്കാതിരിക്കും. എന്നുമെന്നും ഞാൻ നിന്റേത് മാത്രമായിരിക്കും. ചേട്ടാ. രതി, വസന്തം പൊട്ടിവരിയുന്ന നിന്റെ മന്ദഹാസം എനിക്ക് മറക്കാൻ കഴിയും. മറന്നോ? ഇന്ന് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. കമാൻ, വേഗം ഡ്രസ് ചെയ്യും. കുമാർ, ഞാൻ നേരത്തെ നിന്നെ കാണാൻ വന്നിരുന്നു. രാഘവമാവൻ വല്ലതും കഴിച്ചു? കഴിച്ചു. എങ്കിൽ കിടന്നുറങ്ങണം. ഞാൻ ഉറങ്ങാൻ വന്നതല്ല. എന്നാൽ എനിക്ക് ഉറങ്ങണം. കുമാർ, ഈ രാത്രിയാമങ്ങളിലും നിന്നെ ഇവർ തുണർന്നിരിക്കുന്ന കുറെ മനുഷ്യജീവികളുണ്ടോ ഇവിടെ? വേദാന്തം പറയാനാണോ രാത്രി വന്നത്? വേദന പറയാനാണ്. വേദന കേൾക്കാൻ എനിക്ക് സമയമില്ല. വരൂ, നീ നമുക്ക് ഉറങ്ങാം. കുമാർ, നീ ഉറങ്ങിയാൽ നിന്നെ ഞാൻ ഉണർത്തും. ഇയാൾ ആരാ? നീ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. നീയോ? പിന്നെ രാജ്ഞിയോ? ഇത്തരം അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങൾ മദിരാശിയിൽ ധാരാളമുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചേട്ടാ, ചേട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ കേട്ടവൻ നീയാണോടാ? എടാ, നീ ഇത്ര അധപ്പതിച്ചവനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഓ, ഇവളോടൊപ്പമാണോ നിന്റെ ജീവിതം? ഇനി ഇത് ആവർത്തിക്കരുത്. മംഗലശ്ശേരി പത്മനാഭൻ തമ്പിയുടെ മകൻ ഒരു വേശിയുടെ കാവൽ പട്ടിയോ?
അടിച്ചത് എനിക്ക് ദുഃഖം. നിന്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഒരു കാലത്ത് ഒരുപാട് അടി ഞാൻ കൊണ്ടിട്ടു. നിന്റെ അധപ്പതനം കാണാനുള്ള കരുത്തെനിക്കില്ല കുഞ്ഞ്. ഞാൻ പോകുന്നു. നീ ഒരു ഭാര്യയായപ്പോ നിന്നിൽ എന്തൊക്കെയോ കുറഞ്ഞത്. എന്നും ഞാൻ കാമുകയായിരിക്കണം. നീ എന്നും എന്റെ കാമുകിയായിരുന്നു. ശ്വാസം മുട്ടുന്നു. എന്നിലെ ഞാനും നിന്നിലെ നീയും ലയിച്ചൊന്നായിരുന്നെങ്കിൽ. കൊതിയൻ കടിച്ചു തിന്നാൻ പോവുകയാണോ? ഇന്നോടെ ലോകം അവസാനിക്കില്ല. മതി. ആ